അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ,
നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താലോലിക്കുന്നൊരു വചനം, പലർക്കും പല വചനമായിരിക്കും ക്രിസ്മസ്. എൻ്റെ മനസ്സെപ്പോഴും വരണത് ഈ ലൂക്ക 2:30-31 വചനങ്ങളാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, അതാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് എപ്പോഴും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത്. ഇപ്പോൾ ഓരോരോ മതങ്ങൾ, ഓരോരോ ദൈവസങ്കല്പങ്ങൾ, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ. ക്രിസ്തുവിനെ വന്നപ്പോൾ വെഹ്യുമെൻ്റായിട്ട് അതിൻ്റെ പ്രൊഫസി എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ക്രിസ്തുമസ് ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർ ഇടത്തില്ല എന്ന് പറയും. അവർക്ക് അവരുടെ ഓപ്ഷൻസ് എടുക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം. കുറേ കാലങ്ങൾ നമ്മൾ സുവിശേഷം കൈമാറാതെ ഇരുന്ന് വരേണ്യ സവർണ വർഗത്തിന് മാത്രം സുവിശേഷം, വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല, ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവരെ ഇത് ന്യായസ്ഥാനപ്പെടുത്തുക എന്നുള്ളത്, തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ന്യായസ്ഥാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധയുള്ളവരുണ്ട്. ഇന്നും സ്പർദ്ധയുള്ളവർ മൂടിപ്പതച്ച് ക്രിസ്മസിനെ ഉണ്ണിയെ ചുംബിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അയിത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച്. ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരണത്. അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും 1500ഓളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് വേസ്റ്റാക്കി കളഞ്ഞത്. അത് നിസ്സാര കാര്യമല്ലത്. ഇവിടെ പോർച്ചുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവർ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത്. അത് നമുക്ക് ചരിത്രമാണത്, അങ്ങനെയൊന്നും തൊടാൻ പറ്റത്തില്ല. ചരിത്രമാണത്. ഇന്നും മേൽക്കോയ്മകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾ എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന വിഷയം എന്താണ്? ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പറയാതെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം പകലവും മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാണ്. കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ. ഈ ക്രിസ്തു മാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ബൗദ്ധമാർഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഈ ബൗദ്ധമാർഗങ്ങളിൽ നിന്ന് വന്നെങ്കിലും പിന്നീട്
ആര്യന്മാർ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നമ്മുടെ സാംസ്കാരിക ഇൻവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭൂരിഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു റലത്തിൽ പെടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടിയിരുന്നപ്പോൾ അവരയിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും ആര്യവൽക്കരിച്ചു. സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യ എന്ന് പറയണത്. ഇത് ക്രിസ്മസിനെതിരാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ജാതിവൽക്കരണം വരുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പം ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരുമല്ല. അപ്പം അത് ആ വിഷയം സുവിശേഷത്തിൻ്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ചില തലയിൽ നിന്ന് സൃഷ്ടിച്ച്, ചില നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ച്, ചില കാലയിൽ നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ്, സവർണ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇന്നും സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ നമ്മളുടെ അടിവേരിയിൽ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചാത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് സുവിശേഷം വരുത്തണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഒന്നുമല്ല, വലിയ ഡാമേജാണ് വരുത്തണ. അതിനൊരു സെമിനാർ തന്നെ ഒരു 90-കളിൽ നടന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ നമ്പൂതിരിമാരാണെന്നും പറഞ്ഞ് അതിന് വരുന്ന വിഷയം, അതിൻ്റെ വിഷയം അപ്പോൾ ഒരു ആര്യവൽക്കരണം, സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ്. മറ്റത് മനുസ്മൃതി നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസത്തെ വ്യതിചലിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ ദുരന്തമായിരുന്നു. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി. ഇന്നും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഇല്ലെന്നൊന്നും പറയാതിൻ്റെ കാര്യമില്ല. ഉണ്ട്, അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെയെല്ലാം വെളിച്ചമാകണം. എന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതാണ് ക്രിസ്തു. ആ സദ്വാർത്തയുടെ സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പ്രൈസ് ദ ലോർഡ്. മാതാവ് പ്രതീക്ഷിച്ചപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞതും ഇവിടെ എൻ്റെ സാക്ഷ്യം പറയാൻ കഴിഞ്ഞതുള്ള ഒരുപാട് നന്ദി. എൻ്റെ പേര് ജീൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂലൈ 8, 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരും പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് പ്രതിസന്ധിയിൽ ആണ് ഇപ്പോൾ ആ ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2024 എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ജോബ് ഇമ്പാക്റ്റഡ് ആവുമെന്ന്. അപ്പം ഞാൻ ആ ഒരു ഭയം മൂലവും പിന്നെ എനിക്കൊരു ജോബ് സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ജൂലൈ 8, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ എനിക്ക് കൃപാസനത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, പിന്നെ അതേപോലെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടിയും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു. എൻ്റെ നിയോഗങ്ങൾ ഞാൻ അവിടെ എഴുതി. പക്ഷേ അച്ഛൻ ഇവിടെ പറയുമല്ലോ എപ്പോഴും, ദൈവം ആദ്യം ടോർപ്പിഡോ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിലാണെന്ന്. അപ്പോൾ എൻ്റെ കേസിലും അത് തന്നെയാണ് നടന്നത്. എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കഴിവ്, അതേപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് എൻ്റെ ജോലിക്ക് കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഏറ്റവും ആദ്യം ദൈവം ടാർഗറ്റ് ചെയ്തത് എൻ്റെ ജോലിയിൽ തന്നെയാണ്. ഓഗസ്റ്റിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് 2024. അപ്പോൾ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡായി. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരുടെയൊക്കെ ഉടമ്പടികൾ നന്നായിട്ട് പോകുമ്പോൾ
എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. കാരണം ഞാൻ ഉടമ്പടി എടുത്തു മറ്റുള്ളവരെ പോലെ, എൻ്റെ ഫാമിലിയിൽ മറ്റാൾക്കാരെ പോലെ. പക്ഷെ അവരുടെ കാര്യം നടക്കുകയും എന്നാൽ ഓൺലൈൻ ഉടമ്പടി, എന്നാൽ എൻ്റെ ലൈഫിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഇനി ഞാൻ ഈ ഉടമ്പടി തുടരണോ? കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എൻ്റെ ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ. പക്ഷേ അത് നടന്നില്ല. എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഉടമ്പടിയിലുമാണ്. അപ്പോൾ ഇത് തുടരണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് പത്രോസിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയണതും, എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രോസിനെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അച്ഛൻ അന്ന് പറയണതൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലും പല പ്രാവശ്യവും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ ദൈവത്തിനൊരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് കാണുന്ന പോലെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലിന് അതിൻ്റേതായ ചില സമയങ്ങളുണ്ട്. ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു വിശ്വാസത്തോടെ എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ മുൻപിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ കാർ ലോൺ, ഹോം ലോൺ, ഇതൊക്കെ ആയിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ അതോടെ അങ്ങ് നഷ്ടപ്പെടുകയും, ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും 2 പേരുടെ ശമ്പളം വേണം, അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് മാത്രം നമുക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് വെച്ചാൽ, എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ വണ്ടി പോവും, വീട് പോവും, അങ്ങനത്തെ ഒരു സാഹചര്യം വരും. കാരണം എൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു മാർഗ്ഗവുമില്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഞാൻ കുറേ ജോബിന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ നമുക്കറിയാം ഒരുപാട് പേരുടെ ജോലി ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റഡായി. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് ഞങ്ങൾക്കൊരു ഫാമിലി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അത് അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് മെച്യൂരിറ്റി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് വരെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്കീമിലുള്ള ആൾക്കാരെ അത് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം, എന്നിട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അത് നമുക്കത് വലിയൊരു രക്ഷയായിട്ട് മാറിത്തീർന്നു. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, അത് മാതാവിൻ്റെ ഇടപെടലോടെ മാത്രമാണ് അങ്ങനെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നടക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ആ എമൗണ്ട് കിട്ടുകയും അതോടെ കാർ ലോൺ കംപ്ലീറ്റ്ലി അതോടെ അങ്ങ് നമ്മൾ ക്ലിയർ ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം ലോൺ എമൗണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടെ സ്വന്തമാണെന്ന്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഈ ഹോം ലോണിൻ്റെ കാര്യത്തിൽ. കാരണം ഹോം ലോൺ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയൊരു എമൗണ്ടാണ്. അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു വേറൊരു ഫ്ലാറ്റും ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ് സെയിലിന് വേണ്ടി. അവിടെ നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല, ബയറിനെ ഒന്നും. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടിയുടെ ടൈമിൽ തന്നെ മാതാവിൻ്റെ ഇടപെടൽ മൂലം നമുക്കൊരു ബയറിനെ കിട്ടുകയും, എന്നിട്ട് ആ ബയറിൻ്റെ എമൗണ്ട് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് കാര്യങ്ങൾ ക്ലിയർ ആയത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒക്ടോബർ 10 ഞാൻ ഇവിടെ വരുമായിരുന്നു എൻ്റെ ഉടമ്പടി പുതുതായിട്ട് ഇവിടെ എടുക്കാൻ വേണ്ടി. കാരണം ഓൺലൈൻ ഉടമ്പടിയിലെ നമുക്കറിയാം, നമുക്ക് പത്രമൊന്നും കിട്ടത്തൊന്നുമില്ല. പത്രം കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഓപ്ഷൻ ട്രൈ ചെയ്തിരുന്നില്ല നമുക്ക് പത്രം കിട്ടാൻ വേണ്ടി. അപ്പം ഞാനിവിടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യം കേൾക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് യൂട്യൂബ് നോക്കാത്തതിൻ്റെ ആയിരിക്കാം, ഞാൻ ആഗ്രഹിച്ച പോലത്തെ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒക്ടോബർ 10, 2024 ഞാനിവിടെ കൃപാസനം വന്നു. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ മുന്നിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു സാക്ഷ്യം ഇവിടെ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്കത് കേൾക്കാനുണ്ടായി. അപ്പം എനിക്കത് വലിയൊരു മെസ്സേജാണ് കിട്ടിയത്. കാരണം ഞാൻ യൂട്യൂബിലൊന്നും കാണാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനം വരികയും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ വന്ന് കേൾക്കാൻ കഴിയുകയും ചെയ്തു. അപ്പം ഇനി എൻ്റെ മനസ്സിൽ ആ സാക്ഷ്യം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ആകുലതകളും കുറേ ടെൻഷനും കുറേ സംശയങ്ങളുണ്ട്. ഇനി പത്രം ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ ഒരു പക്ഷേ പത്രം കൊടുക്കുന്നത് പോലെ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ആൾക്കാർ ഒരു നല്ല രീതിയിൽ കാണണമെന്നില്ല.
അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഡൗട്ടുണ്ടാവും. ഞാൻ ആരോടൊക്കെ ചോദിച്ചു ഈ പത്രത്തിൻ്റെ കാര്യം, അവരൊക്കെ എന്നോട് പറഞ്ഞു ഒരിക്കലും പത്രം കൊടുക്കല്ലേ, കാരണം ചിലപ്പം കേരളം പോലെയല്ല, നമ്മൾ മറ്റു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് വരെ വന്നെന്നിരിക്കും. ചിലപ്പം വേറെ കുറേ ക്രിസ്ത്യൻസ് പത്രം കൊടുക്കുമ്പോൾ അറിയാമല്ലോ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണോ വ്യാഖ്യാനിക്കണമെന്ന്. പക്ഷേ ഒരു സ്ഥലത്ത് എന്നോട് പല ആൾക്കാർ ഇങ്ങനെ പറയണു, എന്നാൽ മറുഭാഗത്ത് ഞാൻ നേരിട്ട് കേട്ട സാക്ഷ്യം അതിൻ്റെ ഉപരി വേറെ ഒന്നുമില്ല. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു മാതാവ് എനിക്ക് നേരിട്ട് തന്ന ഒരു മെസ്സേജാണിത്. അതായത് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എവിടെ പത്രം കൊടുക്കണം, എങ്ങനെ പത്രം കൊടുക്കണം, അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൗട്ട്സ് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യും, അതൊരു വലിയൊരു ഡൗട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. എങ്ങനെ ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആളെ തന്നെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടാൽ എത്ര നന്നായിരിക്കുമെന്ന്. പക്ഷേ നമുക്കറിയാം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോണ ആൾക്കാരെ പിന്നെ നമ്മളൊന്നും ഒരിക്കലും കാണാറില്ല. അതല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ നമ്മൾ പിന്നെ ഇവരൊന്നും പിന്നെ ഒരിക്കലും അവരെ കാണാറില്ല. അവരവരുടെ നാടുകളിൽ പോവും. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ തന്നെ ഞാൻ ഈ സെയിം ആളെ തന്നെ അവിടെ കാണുകയുണ്ടായി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് കൃപാസനത്തിൽ വന്ന സാക്ഷ്യം പറഞ്ഞ ആളല്ലേ, 10th ഒക്ടോബറിലല്ലേ വന്നത്? കാരണം ഞാനന്ന് നേരെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡൗട്ടുണ്ട്, അതായത് ഈ പത്രം എങ്ങനെ കൊടുക്കണം, പിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോയത്, ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അതേപോലെ അങ്ങ് ചെയ്തു. പക്ഷേ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും നടന്നൊന്നുമില്ല. കാരണം ദൈവം നമ്മുടെ ലൈഫിൽ ഒരു ഡ്രൈ പീരീഡ് അങ്ങ് തരും, നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ദൈവം നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരാണോ അല്ലയോ, നമ്മൾ വിശ്വാസം കൈവിട്ട് പോകുന്നുണ്ടോ. പക്ഷേ ഞാൻ കൈവിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങി. ഒരു പ്രാവശ്യം ഞാനിവിടെ കൃപാസനം വന്നപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെയൊക്കെ കാണുകയുണ്ടായി. എന്നിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ. എന്നിട്ട് എൻ്റെ ആത്മീയ ജീവിതം ഞാൻ അതേപോലെ തുടർന്നു. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇതേ ലൈഫിൽ തന്നെ തുടർന്നാൽ മതി, അങ്ങനെ വരെ ഞാൻ ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ദൈവം എനിക്ക് ജോലി തന്നു. ആ ജോലി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് താങ്ക്സ് പറയാൻ കൂടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ആത്മീയമായിട്ടൊന്നും അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. ദൈവത്തിനോട് വിശ്വാസം ഉണ്ടായിരുന്നു, അതില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് ജസ്റ്റ് ഒരു വിശ്വാസം മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും ദൈവത്തിനെ ആരാധിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഈ ഒരു ധ്യാനത്തോടെ വന്നോടെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമായി. ഞാനിപ്പോൾ എവറി 2 വീക്സ്, നേരത്തെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം വല്ലതും കൺഫെഷൻ വല്ലതും കൊടുത്താലായി. പക്ഷേ ഞാനിപ്പോൾ എവറി 2 വീക്സ് കൺഫെഷൻ കൊടുക്കുന്ന ഒരാളാണ്. പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പണ്ട് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രേക്ഷിക പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ കുറേ ഓർഫനേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടൊന്നും അധികം മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉടമ്പടി വന്നതോടെ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുണ്ട് നേരിട്ട്. അതേപോലെ അവിടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എൻ്റെയൊക്കെ വേണ്ടാത്തൊരു രീതിയിൽ തന്നെ. ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഫാമിലിയും ഒരുപാട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കാര്യത്തിലും ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവത്തിനടുത്ത് പോയി ചോദിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം. അതേപോലെ ദൈവത്തിനടുത്തു നിന്ന് ഓരോ ഹെൽപ്പ് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയ അനുഗ്രഹത്തിന്, അതേപോലെ ഈ കൃപാസനത്തിൽ വന്നേ പിന്നെ ഈ ഒരു ഉടമ്പടി ലൈഫ് തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. തന്ന കൃപയ്ക്ക് മാതാവിന് നന്ദി പറയും. താങ്ക് യു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഐസ്യ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വചനങ്ങളാണിത്. ജീൻ മാത്യു എന്ന സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത്. ഈ മകൻ കൃപാസനത്തിൽ വരാനുണ്ടായ കാരണവും ഈ മകൻ്റെ ജീവിതത്തിലുള്ള എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിച്ചതെന്നുമാണ്
നമ്മൾ കേട്ടത്. ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു, ഒരു സ്ഥിരമായ ഒരു ജോലിക്ക്. കടബാധ്യതകളുണ്ടായിരുന്നു. വീട്ടുകാരിൽ നിന്നാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. പ്രാർത്ഥിച്ചു. ഉടമ്പടി ഓൺലൈനിലായിരുന്നു. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഫാമിലി ഇൻഷുറൻസിൽ പെട്ടെന്നൊരു സ്കീം ആവുകയും ആ സ്കീമിൽ കൂടെ കാർ ലോൺ ക്ലിയർ ആക്കുകയും ചെയ്യാൻ സാധിച്ചത്. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഓൺലൈൻ ഉടമ്പടിയിൽ കൂടിയാണ് ഈ മകന് ഈ അനുഗ്രഹം നൽകിയത്. പിന്നെ ഉണ്ടായിരുന്നത് ഹോം ലോൺ ആയിരുന്നു. പെട്ടെന്നാണ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അർഹിക്കാത്ത ഒരു ബോണസ് മാതാവ് നൽകി. ഈശോയും അമ്മയും ഈ മകൻ്റെ കൂടെ നിന്നാണ് ഈ കടബാധ്യതകൾ ഒരല്പം ആശ്വാസമായി ഈ സ്കീമും ബോണസും ഒക്കെയായി നൽകിയത്. പിന്നീടാണ് ഫ്ലാറ്റ് വിൽക്കാൻ നോക്കിയത്. അക്കാര്യവും മാതാവ് ഈശോയോട് പറഞ്ഞ് നടത്തിക്കൊടുത്തു. കൃപാസനത്തിൽ ഓരോ വ്യക്തികൾ വരുമ്പോഴും അവരുടെ കണ്ണുനീര് വീഴുന്ന ഒരു സ്ഥലമാണിത്. എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മകൻ്റെ കടബാധ്യതകളുടെ എല്ലാ നീക്കുപോക്കൽ നടത്തി ക്ലിയറാക്കി കൊടുത്തത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മരുഭൂമിയിലെ പോലെ ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് ആവാം. എൻ്റെ പ്രാർത്ഥന കേട്ടോ, ഇതൊരു വിശ്വാസക്കുറവ് വരാം. ഇതെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യവും പരീക്ഷിച്ച് നമ്മുടെ വിശ്വാസം ബലപ്പെടുത്താനുള്ള ഓരോ മാർഗമായിട്ടാണ് ഈ മകൻ കണക്കാക്കിയത്. പിന്നീട് ഒരു സാക്ഷ്യം കേൾക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം തന്നെ ഈ സ്ഥലത്ത് തന്നെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചത്. ഈ മകൻ ആഗ്രഹിച്ചതുപോലെ വേറൊരു വ്യക്തി കടബാധ്യതകൾ മാറ്റിയതും അതുപോലെ തന്നെയുള്ളൊരു സാക്ഷ്യമാണ്, ഈ മകൻ ആഗ്രഹിച്ചൊരു സാക്ഷ്യമാണ് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചത്. അത് മാതാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു. മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മാതാവ് ഏതെങ്കിലും രീതിയിൽ പല രീതികളിലാണ് അമ്മ അതെല്ലാം ക്ലിയറാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ വ്യക്തികളെ കാണാൻ സാധിക്കില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോകുമ്പോൾ. പക്ഷേ പിന്നീട് ബാംഗ്ലൂരിൽ ചെന്നപ്പോഴാണ് ഈ മകനെ വീണ്ടും കാണാൻ സാധിച്ച്. പത്രം കൊടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എങ്ങനെ കൊടുക്കും, എവിടെ കൊടുക്കും എന്നുള്ള ഒരു രീതി ആ മകനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനം കുറച്ചുകൂടെ ഊർജ്ജമാക്കി. മകന് മനസ്സിലായി കുറച്ചും കൂടെ തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, ആത്മീയമായിട്ട് വളരണം എന്ന് മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ഉടമ്പടി ജീവിതം കുറച്ചുകൂടെ ഊർജ്ജമാക്കി പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അല്പനേരം ടെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നെങ്കിലും വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഉറച്ച് ഈ മകൻ വീണ്ടും അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് മേടിച്ച് വീണ്ടും ജോലിക്കായി ശ്രമിച്ചു. പിന്നീടാണ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പെർമനൻ്റ് ജോലി നൽകി ഈശോയും അമ്മയും ഈ മകൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തത്. പലപ്പോഴും മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉടമ്പടി വഴി പുതിയ വഴികൾ കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ കാണിച്ചു തരാനും ഇനിയും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരാൻ ദൈവം തീരുമാനിച്ചാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കും ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം. ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച വലിയ അനുഗ്രഹത്തിനെ ഓർത്ത് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ പേര് മിൻറ്റു തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. തിരുഹൃദയ കത്തോലിക്ക ദേവാലയം പെഴുമ്പാറയിലെ അംഗമാണ്. 2022 ഡിസംബർ 30 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എല്ലാ യൂത്തിനെയും പോലെ ഉടമ്പടി എടുക്കാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, ഓക്കെ അതിൻ്റെ കൂടെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 12th കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഉടമ്പടി എടുക്കുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്തോ, അപ്പം പഠിക്കുകയൊക്കെ അല്ലേ, പോകുന്ന കാര്യമൊക്കെ ശരിയാവും എന്നൊരു ഫോക്കസിലാണ് ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തത്.
അപ്പം എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം, അതിലൂടെ പഠിക്കാം, നടക്കുന്ന പോലെ നടക്കട്ടെ എന്നൊരു ഫോക്കസിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ആദ്യം ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ഫുൾ മൊഡ്യൂളായിരുന്നു. എക്സാം എഴുതി 3 ദിവസത്തിനുള്ളിൽ തിരിച്ച് വീട്ടിൽ വരുന്ന മുമ്പ് റിസൾട്ട് വന്നു. എല്ലാവരും എക്സാം ഫെയിലായി. അപ്പം ഓക്കെ, എല്ലാവരും ഫെയിലായല്ലോ, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്തു. അതിൽ ഞങ്ങൾ 3 പേരെ അറ്റൻഡ് ചെയ്തോളൂ എക്സാം. ഞാൻ ഫുൾ മൊഡ്യൂളായിരുന്നു എടുത്തത്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും ഫുൾ മൊഡ്യൂളുണ്ടായിരുന്നു. അപ്പം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് 1 മന്തിനുള്ള റിസൾട്ട് വന്നു. എൻ്റെ കൂടെ എഴുതിയ 2 ഫ്രണ്ട്സിൽ എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കിട്ടിയില്ല. പക്ഷേ എൻ്റെ മറ്റേ ഫ്രണ്ടിന് എക്സാം കിട്ടി. അവൾക്ക് 2 മൊഡ്യൂൾ കിട്ടിയപ്പോൾ ഓക്കെ, കാരണം എൻ്റെ അത്രയും പോലും ട്രൈ ചെയ്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മെറിറ്റിൽ ഒരുപാട് വിശ്വസിച്ചായിരുന്നു. എനിക്ക് കിട്ടും, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, പ്രാർത്ഥിക്കുന്നതിനേക്കാളും അപ്പുറം എനിക്ക് പഠിച്ചാൽ എനിക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടും എന്നൊരു. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കാരണവശാലും എൻ്റെ പഠനം കൊണ്ട് നടക്കത്തില്ല. അത് അങ്ങനെ കിട്ടുന്നൊരു സംഭവമല്ല ഇത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. കാരണം ഇത്രയും നാൾ പഠിച്ച ഒരു ഭാഷയല്ല ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്ന, എക്സാം എഴുതുന്നത്. മലയാളമോ ഇംഗ്ലീഷോ പോലെയല്ല. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയായിരിക്കും ഭയങ്കര ടഫാണ്. 4 മൊഡ്യൂൾസ് ഉണ്ട്, അതിൽ ഭയങ്കര ടഫാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അവൾക്ക് കിട്ടി, അപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നെ മാനസികമായിട്ട് ഞാൻ വളരെയധികം തളർന്നു. അപ്പം എല്ലാവരും നമ്മുടെ പള്ളിയിലോ, ഞങ്ങളുടെ ഒരു പള്ളിയിലാണ്. അപ്പം പള്ളിയിലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ അവൾക്ക് കിട്ടിയല്ലോ, നിനക്ക് കിട്ടിയില്ലല്ലോ എന്ന് വരെ നമ്മളെ ഇങ്ങനെ കുത്തി പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കിട്ടുമായിരിക്കും എന്ന്. പക്ഷേ അതിനേക്കാട്ടിലും അപ്പുറം, ഞാൻ പഠിക്കുന്നതിനേക്കാട്ടിലും അപ്പുറം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി, ബൈബിൾ വായിച്ച് ഞാൻ ആ ഒരു റൊട്ടീനിൽ പോയി. അടുത്ത എക്സാം ഡേറ്റ് എടുത്തു. ഡൽഹിയിലായിരുന്നു എക്സാം ഡേറ്റ്. ഞാൻ ഹ്യോറനും ഷ്രൈബനുമാണ് എടുത്തത്. അതായത് റൈറ്റിങ്ങും ഹിയറിങ്ങും ആയിരുന്നു എടുത്തത്. അപ്പം കുഴപ്പമില്ല, കിട്ടും എന്നൊരു സംഭവം പോയി. കിട്ടും, മാതാവുണ്ടല്ലോ കൂടെ എന്നൊരു സംഭവമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ID പ്രൂഫ് കാണിക്കണമായിരുന്നു അവിടെ. അപ്പം ID പ്രൂഫിലാണെങ്കിൽ പാസ്പോർട്ടിൽ ഞാൻ ഒപ്പിട്ടിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എനിക്ക് ഹിയറിംഗ് ആയിരുന്നു. ഹിയറിംഗ് എഴുതി. അപ്പം ഇതിൽ കോഡുണ്ട്. അപ്പോൾ കോഡ് ഇങ്ങനെ പഠിച്ച സാധനമാണല്ലോ കേൾക്കുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കും മൊത്തം ഞാൻ പഠിക്കുന്ന പഠിച്ച സാധനമാണ് ഫുള്ള് ഇപ്പോൾ കാണുന്നത്. അപ്പം ഓക്കെ, എനിക്ക് കോൺഫിഡൻ്റ് ആയി, ഹിയറിംഗ് കിട്ടും, ഹിയറിംഗ് ഓക്കെയാണ്. അപ്പം ഹിയറിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും ആ റൂമിൽ തന്നെ ആയിരുന്നു ഹിയറിങ്. അടുത്ത എക്സാമും ഷ്രൈബനും അത് റൈറ്റിങ്ങും. പക്ഷേ എനിക്ക് മാത്രം വേറൊരു റൂമിലായിരുന്നു. അപ്പം ഞാൻ വേറെ റൂമിൽ പോയപ്പം എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടു, ഒന്നും മനസ്സിലായില്ല. എനിക്കറിയത്തില്ല എന്തോ എഴുതണ്ടേന്ന്. ഞാൻ പഠിച്ചതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിനും ഇതുപോലെ കോഡുണ്ട്. ഞാൻ പഠിച്ചതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് എന്നതാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു, കാട്ടിക്കൂട്ടി തിരിച്ചിറങ്ങി വന്നു. ഓക്കെ, ഒരെണ്ണമെങ്കിലും കിട്ടുമല്ലോ, ഹിയറിംഗ് എങ്കിലും കിട്ടുമല്ലോ എന്നൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഷ്രൈബന് എനിക്ക് ഒട്ടും ഫോക്കസിലായിരുന്നു. കാരണം ടഫസ്റ്റ് മൊഡ്യൂളാണ്, 1 ഓഫ് ദ ടഫസ്റ്റ് മൊഡ്യൂളാണ് ജർമ്മനിലെ ഷ്രൈബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കിട്ടത്തില്ലെന്ന് തന്നെയായിരുന്നു. റിസൾട്ട് വന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന ഹിയറിങ് ഞാൻ ഫെയിലായി. എനിക്ക് ഒരു ഫോക്കസും ഇല്ലാണ്ട്, ഒരു മെറിറ്റും ഇല്ലാണ്ട് ഞാൻ പോയ എക്സാം ആയിരുന്നു റൈറ്റിങ്. അതെനിക്ക് നല്ല മാർക്കോടെ അമ്മ എനിക്ക് പാസ്സാക്കി തന്നു. പിന്നെ എക്സാമൊക്കെ എഴുതി ഇങ്ങനെ പോയി. അപ്പം ഇനി പ്രോസസ്സിങ്ങിന് കൊടുക്കണമല്ലോ, ആ ഒരു ഫോക്കസിലേക്ക് വന്നു. പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായപ്പം പിന്നെ അപ്പോൾ എക്സാമൊക്കെ കിട്ടി കഴിഞ്ഞപ്പം അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇത് വരുമല്ലോ, ഓക്കെ ഇനിയും നടന്നോളും കാര്യങ്ങൾ, വലുതായിട്ട് പ്രാർത്ഥിക്കണ്ട. അപ്പം സ്വന്തമായിട്ടൊരു സെൽഫിലേക്ക് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ ഒരിടത്ത് കൊണ്ടുപോയി പ്രോസസ്സിങ്ങിന് കൊടുത്തു. കോഴിക്കോടായിരുന്നു. അത് നമ്മുടെ ഇന്ന് പൈസയൊക്കെ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, അവർ അങ്ങോട്ട് മൂവ് ആവുന്നില്ല, പ്രോസസ്സിങ് ഒന്നും നടക്കുന്നില്ല. ഒരു കാരണവശാലും ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്, പക്ഷേ പാസ്സാവുന്നില്ല. ഒരു റിവ്യൂ അവർ തരുന്നില്ല. അപ്പം എന്തായാലും പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. പോയി അന്വേഷിച്ചപ്പോൾ ഇതുപോലെ അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല, പൈസയൊന്നും റീഫണ്ട് തരാൻ പറ്റത്തില്ല. ഭയങ്കര പ്രശ്നമായി, വിഷയമായി. നൈറ്റ് പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അന്ന് കോഴിക്കോടാണ്, നമുക്കറിയാത്തൊരു നാട്, ആരുമില്ല നമ്മുടെ കൂടെ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടും അവളുടെ അമ്മയും മാത്രം. അവിടെ
എന്നതാ ചെയ്യണ്ടേ, ഇനി പൈസ എല്ലാം പോയി കംപ്ലീറ്റ്ലി നമ്മൾ ഒരു നമ്മുടെ വീട്ടുകാർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു യുഗത്തിലെ പൈസ ഫുൾ ഇതിലേക്ക് കൊണ്ട് ഇത് ആക്കി, ഇനി പൈസയൊന്നും ഇല്ല, ഇനിയും അത് തിരിച്ച് കിട്ടത്തില്ല എന്ന അവസ്ഥയായി. ഇനിയും വേറെ വഴിയില്ല, പോകാൻ പറ്റത്തില്ല, ഇനി ഒരു വഴിയില്ല, പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട അവസ്ഥയായി, PCC പോലും ഇനിയും ക്ലിയറൻസ് ആവുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. അന്ന് അമ്മ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയത് ആ ഒരു സിറ്റിയിലുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു ആരൊക്കെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന ആ ഒരു പോലീസ് സ്റ്റേഷനുള്ള ആൾക്കാർ വരെ ഞങ്ങൾക്ക് അമ്മ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നൽകി. വിത്തിൻ അവർ പറഞ്ഞ ഡേറ്റ്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പൈസ ഫുൾ എമൗണ്ട് റീഫണ്ട് തന്നു. 1 രൂപ സർവീസ് ചാർജ് പോലും പിടിക്കാതെ ഫുൾ എമൗണ്ട് അമ്മ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഇനി എന്നതാ ചെയ്യേണ്ടത്, പ്രോസസ്സിങ് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യേണ്ടത് എന്തോന്ന് അറിയത്തില്ല, ഒരു രക്ഷയില്ല. അപ്പം ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു മാമിൻ്റെ അവിടുത്തെ ജർമ്മനി തന്നെ ഉള്ളൊരു ഇൻഫ്ലുവൻസറാണ്, പുള്ളിക്കാരുടെ ഒരു സ്റ്റോറി കണ്ടിട്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തു, ഇൻ്റർവ്യൂസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെസ്സേജ് ചെയ്തു, എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തന്നു. 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയപ്പം അവരുടെ ആക്സെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ജർമ്മൻ ലാംഗ്വേജോട് ഒരു ബന്ധവുമില്ല. കാരണം അവർ കറക്റ്റ് ഒരു മദർ ടങ്ങിൽ പറയുമ്പോൾ നമുക്കൊരു കാരണവശാലും മനസ്സിലാവത്തില്ല. എനിക്ക് ഇൻ്റർവ്യൂവിന് കയറി, ഞാൻ പറഞ്ഞത് എന്തുവാണെന്നോ അവരെന്തോ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉറപ്പായി അത് കിട്ടത്തില്ല. അന്ന് വൈകിട്ടാണെങ്കിൽ അപ്പം ഞാൻ അവിടുത്തെ മാമിനോട് മെസ്സേജ് അയച്ചു, റിവ്യൂ എല്ലാം ഉണ്ടോ. അവർക്ക് 5 പേര് അറ്റൻഡ് ചെയ്തു, 2 പേരെ മതി അവർക്ക്. അപ്പം 5 ഗേൾസ് അറ്റൻഡ് ചെയ്തു, 2 പേരെ മതി. അപ്പം ഒരാളെ സെലക്റ്റഡായി. അപ്പോൾ ഇനി ഒരാളെയും കൂടെ മതി. ഉറപ്പായി ഞാനല്ല, കാരണം എനിക്ക് അത്രയ്ക്കൊന്നും ഉള്ള കഴിവില്ല. 1, 2 ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അറ്റൻഡ് ചെയ്തു. ഇനി എന്തുവാ ചെയ്യുന്നത്, കാരണം വെക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പാളുകയാണ്, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ, കാരണം എനിക്ക് ആകെ ഒരു തണലെന്ന് പറയാൻ അവളേ ഉള്ളൂ. അപ്പോൾ അവളെ വീട്ടിൽ പോയിട്ട് അവളോട് പറഞ്ഞു, നീ ആരില്ല വിശ്വസിക്കുന്നത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരിൽ വിശ്വസിച്ചാലും അമ്മ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ട് എൻ്റെ കാര്യം ഇത്ര ലേറ്റ് ആക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനേക്കാളപ്പുറം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി ലേറ്റ് ആവുന്നതെല്ലാം നല്ലതിനാണ്. ഓക്കെ, അപ്പം അവളങ്ങനെ പറഞ്ഞു. ഞങ്ങൾ സൺഡേ അവിടെ നിന്നു, സാറ്റർഡേ നിന്നു, സൺഡേ അവിടെ നിന്നു. ഞാൻ മൺഡേ രാവിലെ തിരിച്ചാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പം ആരുമില്ല എൻ്റെ വീട്ടിൽ. ഞാനും പപ്പയും അമ്മയും കൂടെ ഒക്കെ ഒരിടത്തും വരെ പോയേക്കാണ്. ഞാൻ വീട്ടിൽ വന്ന് കയറി ഒരു ഉച്ച സമയമായി. അപ്പം ഉച്ച സമയമായപ്പം അവിടുത്തെ എന്തായാലും രാവിലത്തെ ടൈമിംഗ് ആണ്. എൻ്റെ ഫോണിലൊരു ടെക്സ്റ്റ് മെസ്സേജ്, കൺഗ്രാജുലേഷൻസ് മിൻറ്റു, യു ഗോട്ട് ദ സെലക്ഷൻ എന്ന് പറഞ്ഞ് മാം എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു. കാരണം എനിക്കറിയാം എനിക്കത് കിട്ടത്തില്ല, കാരണം എനിക്ക് കിട്ടാനുള്ളൊരു ചാൻസും ഇല്ല, കാരണം ഒരു കാരണവശാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. വിത്തിൻ 1 മന്ത് എന്ത് ചെയ്തു, എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ BFSൻ്റെ ഡേറ്റ് കിട്ടാനുള്ള ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു. ആദ്യത്തെ ഡേറ്റ് വന്നു, ക്യാൻസലായി. 2ാമത്തെ ഡേറ്റ് വന്നു, ക്യാൻസലായി. അങ്ങനെ പല ഇഷ്യൂ വന്നു. അമ്മയുടെ അഖണ്ഡ ജപമാലയ്ക്ക് റാലിക്ക് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡിസംബർ 8-ാം തീയതി ഡേറ്റ് കിട്ടി സബ്മിഷന് വേണ്ടി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഒക്ടോബറിൽ കയറി പോകേണ്ടതായിരുന്നു. ഒക്ടോബറിലായിരുന്നു ഞങ്ങളുടെ സംഭവം സ്റ്റാർട്ടാകുന്നത്. പക്ഷേ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. ഇങ്ങനെ BFSൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ലാഗാണല്ലോ, കുഴപ്പമില്ല, നിങ്ങളിനി എപ്പോൾ വന്നാലും ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ വേറെ കുറേ വേറെ കുറേ അതോറിറ്റീസ് പറഞ്ഞു പറ്റത്തില്ല എന്ന്. പക്ഷെ ഞങ്ങളുടെ അതോറിറ്റി പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കയറി വന്നോ, നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം. എക്സ്റ്റൻഷൻ ലെറ്റർ വരെ ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 8-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി, ഡിസംബർ 8-ാം തീയതി. 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളിവിടെ വന്നു. അപ്പോൾ എന്തായാലും ഫയൽ അമ്മേനെ കൊണ്ട് കാണിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. ഇവിടെ വന്നു. ജനപ്രവാഹം തന്നെയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളപ്പോൾ വന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാൽ പോലെ ഇവിടുന്ന് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാലേ നാളെ രാവിലെ അവിടെ ചെന്ന് സബ്മിഷൻ കഴിഞ്ഞ് വരാൻ പറ്റില്ല. കാരണം എനിക്ക് ടൈമും പറ്റത്തില്ല. അപ്പം ഇവിടെ വന്നു, എന്തൊക്കെയോ പറഞ്ഞ്. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ നിന്ന് നമ്മളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും പറഞ്ഞു വേണ്ട, എന്തായാലും ഇവിടെ വരെ വന്നാണ്. അമ്മേനെ കാണിച്ച് എൻ്റെ ഫയൽ കോൺസുലേറ്റ് അല്ല ഫസ്റ്റ് സൈൻ ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ് സൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഫയൽ കൊണ്ട് എൻ്റെ അമ്മയുടെ കൊടുത്തു.
എങ്ങനെയോ ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് വന്ന് തെള്ളി കയറി. എങ്ങനെ അറിയത്തില്ല, അത് ഫെയർ അല്ലെന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നെ കാണണം, കൃപാസന മാതാവ് എന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൃപാസന മാതാവ് എന്നെ കണ്ടു. എൻ്റെ ഫയൽ എല്ലാം അമ്മയ്ക്ക് കൊടുത്തു ഞാൻ. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങി. ഞങ്ങൾ പോയി സബ്മിറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ 4 എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനൊരു വലിയൊരു അബദ്ധം കാണിച്ചതിന് ഉപ്പ് കൊണ്ടുപോയി ഈ പാസ്പോർട്ടിൻ്റെ ഇടയ്ക്ക് ഇടുമായിരുന്നു. അപ്പം ഈ ഉപ്പല്ലേ, അപ്പം വെള്ളമാവുമായിരുന്നു. അപ്പം സ്റ്റെയിനായി എൻ്റെ പാസ്പോർട്ടിൽ. അപ്പം ഈ സ്റ്റെയിന് റിജക്ഷൻ ആകുമോ എന്നൊരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മളല്ലോ സൈൻ ഇടുന്നതോ വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നതെന്നും അവർക്കറിയത്തില്ല, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസന മാതാവിൻ്റെ ഉപ്പാണ് അതിൽ വീണത്, വേറെ ഒന്നുമല്ല വീണത്. അപ്പോൾ അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മ ചെയ്തത്, അമ്മയുടെ ഉപ്പ അത് വീണതെങ്കിൽ നിൻ്റെ വിസ നിനക്ക് 10 ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞു. അതുകൂടാതെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ ഡിസംബർ 30 ആകുമ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 വർഷമാവും. എനിക്ക് എന്തെങ്കിലും എനിക്ക് വന്ന് പറയണം, എനിക്കിങ്ങനെ കിട്ടി, എനിക്ക് 10 പേരോട് പറയണം, എൻ്റെ അമ്മ എനിക്കിത് തന്നു. ഞാൻ കൃപാസനത്തിൽ വരുന്ന മുമ്പ് ഒരുപാട് പേര് എന്നെ കളിയാക്കിയായിരുന്നു. ഓക്കെ, ഒരുപാട് ഞങ്ങളുടെ പള്ളിയിലുള്ളവരും പറയും, അല്ലാണ്ട് സമൂഹത്തിലുള്ളവരും പറയും, ഓക്കെ നിനക്ക് എന്ത് കിട്ടി, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി, നിങ്ങൾ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഫാമിലിയാണല്ലോ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ആ ഫോക്കസിന് വിട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പപ്പയും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നേക്കാൾ നന്നായിട്ട്. എന്നിട്ട് ഞാൻ 8-ാം തീയതി സബ്മിറ്റ് ചെയ്തു. 17-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ വിസ അത് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞു. 18-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു. 20-ാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. 17-ാം തീയതി, അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ 9-ാമത്തെ ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് അവിടുന്ന് അയച്ചു. എൻ്റെ കൂടെ എൻ്റെ മുമ്പിൽ കൊടുത്തിരുന്ന കൊച്ചിന് 25 ദിവസം എടുത്തു. അപ്പോൾ അവൾക്കാണെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം എൻ്റെ കൂടെ പോകുന്ന കൊച്ചാണ്. അപ്പോൾ എന്തായാലും എനിക്ക് അവളോട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല, ഞാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു. കാരണം അവൾക്ക് നേരത്തെ വിസ വരും, 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ വിസ വരും. അവൾക്ക് 25 ദിവസം എടുത്തു. അതായത് എനിക്ക് വിസ വരുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് അവൾക്ക് വന്നു. അപ്പോൾ മാം പറഞ്ഞു, എന്തായാലും വെയിറ്റ് ചെയ്യും, മിൻറ്റുനും കൂടെ വിസ വരട്ടെ, നമുക്ക് നോക്കാം, മിൻറ്റുനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. വിസ ഞാൻ തുറന്ന് നോക്കി. എൻ്റെ അമ്മ എനിക്ക് 8-9 പേജിൽ, എൻ്റെ സ്റ്റെയിൻ ആയത് 3-ാമത്തെ പേജിലാണ്. എൻ്റെ വിസ അടിച്ചു തന്നത് എനിക്ക് 8-9 പേജിൽ ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ അമ്മ എനിക്ക് വിസ അടിച്ചു തന്നു. ഞാൻ അന്ന് തന്നെ എനിക്ക് വിസ ഞാൻ ഓപ്പൺ ആക്കി നോക്കി. അന്ന് 20-ാം തീയതി തന്നെ ഞാനിവിടെ വന്നു. അപ്പം ലേറ്റ് ആയാലും സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് വന്ന് ഞാൻ പറഞ്ഞത്. അതുകൂടാണ്ട് ഞാൻ ഈ എക്സാമൊക്കെ ക്ലിയർ ചെയ്ത്, അപ്പം എന്തായാലും ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞ പിള്ളേരാണ്, പഠിപ്പിക്കാൻ കയറും. ഞാൻ പഠിപ്പിക്കാൻ കയറി. അങ്ങനെ പത്തനംതിട്ട തന്നെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കാൻ കയറി. കുഴപ്പമില്ലാണ്ട് സാലറിയോടെ പഠിപ്പിച്ചൊക്കെ പോകുന്ന സമയത്തൊരു 5-6 മാസത്തോളം ഞാൻ പഠിപ്പിച്ചു. അവസാനം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ആയി. സൗണ്ട് പോയി, ടോൺസിസ് ആയിട്ട് സൗണ്ട് കംപ്ലീറ്റ്ലി പോയി. എന്നിട്ട് എനിക്കതുപോലെ തന്നെ ബ്ലഡിൽ അലർജി വന്നിട്ട് കാണിക്കാത്ത ഹോസ്പിറ്റലിലുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, ഒരുപാട് ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു. അവർ കുറേ മെഡിസിൻസ് തരും, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതുമില്ല. അമ്മയുടെ ഉപ്പ് ഞാൻ എന്നും മിക്കവാറും റെഗുലർലി വെള്ളത്തിലിട്ട് ആവി പിടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഗാർഗിൾ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ തേന്, തൈലം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. എനിക്കിപ്പം ടോൺസിസ്, തൊണ്ടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടതായിട്ട് തോന്നില്ല. കാരണം എനിക്ക് ഇപ്പം അൾട്രാ സൗണ്ടാണെന്നാണ് വീട്ടിൽ പറയുന്നത്. കാരണം സൗണ്ട് ഇല്ലാത്ത എനിക്ക് അൾട്രാ സൗണ്ട് കിട്ടി. അതുപോലെ മാക്സിമം സൗണ്ട് എനിക്കിപ്പോൾ കിട്ടി. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു മാക്സിമം ആൾക്കാർക്ക്. ഞങ്ങളുടെ അവിടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഹോസ്പിറ്റലുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിടത്ത് ഇങ്ങനെ പൊതി ഇങ്ങനെ ഒരു കുറച്ച് നാൾ മുമ്പാണ് കൊടുത്ത സമയത്ത് ഹോസ്പിറ്റലാണ്. അപ്പം ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ട അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ എന്നിരുന്നാൽ പോലും ഓക്കെ, അതൊക്കെ അമ്മ നമുക്ക് തരുന്ന, ഓക്കെ നമ്മളൊരു സങ്കടം അനുഭവിച്ച് കഴിഞ്ഞാൽ അമ്മ എന്തായാലും നമുക്കൊരു സന്തോഷം തരുമല്ലോ. അപ്പം ആ ഒരു ഫോക്കസിൽ ഞാൻ കണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഞാനാണെങ്കിൽ എലോസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ഈ ഫുഡ് ഇതുപോലെ തന്നെ കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഒരുപാട് പിള്ളേരെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന എൻ്റെ സാലറിയിൽ നിന്ന് അങ്ങനെ വലിയ സാലറി ഇല്ലെങ്കിൽ പോലും സാലറിയിൽ നിന്ന് പിള്ളേർ തരുന്ന ക്യാഷ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അവിടെ ഇങ്ങനെ പ്രവർത്തനമായിട്ട് കൊടുക്കുമായിരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. ആത്മീയമായി വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആണെങ്കിൽ ഞായറാഴ്ച മാത്രം ഞായറാഴ്ച പങ്കെടുക്കുന്നത് തന്നെ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഡെയിലി എനിക്ക് കുർബാന കൂടിയില്ല, എന്തോ ഒരു സംതിങ് ലോസ്, ആ ഒരു ഫീലാണ്. ഞാനിപ്പം കുമ്പസാരിക്കുന്ന കാര്യമാണെങ്കിലും കുർബാനയെ കൊള്ളുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ഇപ്പോഴും ദേഷ്യം അങ്ങനെ എനിക്കാണെങ്കിൽ ഇപ്പം കാമായിട്ട് ഒരാൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതിനേക്കാട്ടിലപ്പുറം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഇതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട്. അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം ഞാൻ ഫോക്കസ് ഓൺ അമ്മ എനിക്ക് തരും. ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരും. ഞാൻ പോകുന്നിടത്താണെങ്കിലും എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. പുറപ്പാട് പുസ്തകത്തിലെ 34-ാം അധ്യായം 10-ാം വചനമാണിത്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിനകത്ത് ഇസ്രായേൽ ജനത പാപം ചെയ്തിട്ടും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ഇത് ദൈവത്തിൻ്റെ ക്ഷമയും വിശ്വസ്തതയുമാണ്. അവരുമായുള്ള ഉടമ്പടി പുതുക്കിയത് ദൈവം വാഗ്ദാനങ്ങളിൽ സ്ഥിരതനായതുകൊണ്ടാണ്. ദൈവം തൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സാക്ഷ്യമായി തീരും. മിൻറ്റു തോമസ് എന്ന മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ക്ഷമയും വിശ്വസ്തതയുമാണ്. ദൈവ വാഗ്ദാനത്തിലെ സ്ഥിരതനാണ്. ഈ മകളുടെ ജീവിതത്തിൽ പല പ്രാവശ്യവും നമ്മൾ കണ്ടു. പല എക്സാമുകൾ എഴുതി. ആദ്യം ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് എഴുതിയ 2 തവണ എഴുതിയപ്പോഴും ഫെയിലായിരുന്നു. എല്ലാവരും പാസ്സായി. പിന്നീട് 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ പാസ്സായി. പിന്നെ മോൾക്ക് പ്രതീക്ഷിക്കാത്ത ടഫായിട്ടുള്ളൊരു മൊഡ്യൂൾ കിട്ടി. പിന്നെ കോൺഫിഡൻസായി. പിന്നെ അവിടെയും ക്യാഷ് ലോസായി. വീണ്ടും പിന്നീട് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടെ. ആ നഷ്ടപ്പെട്ട ക്യാഷെല്ലാം ഈശോയും അമ്മയും ആരും അറിയാത്ത ഒരു സ്ഥലത്ത് ആരിൽ കൂടിയോ എങ്ങനെയോ ആ ക്യാഷ് അവർക്ക് തിരിച്ചു കിട്ടി, ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ. പിന്നെ ഈ മകളുടെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇൻ്റർവ്യൂവിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. വിസ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മയുടെ അനുഗ്രഹത്തിനായി. പാസ്പോർട്ടിൽ ഈ മകൾ പറഞ്ഞത് ഉപ്പിൻ്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മ ഈ മകളെ സംരക്ഷിച്ചു. മമ്മി പറഞ്ഞതുപോലെ കൃപാസന മാതാവിൻ്റെ ഉപ്പാണ് അതെന്നാണ്. ഓരോ പ്രാവശ്യം ഈ മകൾ വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഈശോയും അമ്മയും ഈ മകളുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയായിരുന്നു. ആദ്യമായി പല തകർച്ചകളും പല ഫെയിലിയർ ഉണ്ടായിട്ടും പിന്നീട് ഈ മകൾ നല്ലൊരു വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്കാണ് ഈ മകൾ കടന്നു വന്നത്. ഈശോയും അമ്മയും കൂടെ നിന്ന് കരം പിടിച്ച് മുന്നോട്ട് നയിച്ചപ്പോൾ ജപമാല റാലിക്ക് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. പിന്നെ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി അമ്മയുടെ സന്നിധി ഇവിടെ തുറന്ന് തന്നു. അന്നും ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമുക്ക് കാണാവുന്ന ഈ മകളുടെ വിശ്വാസ ജീവിതമാണ്. ഉടമ്പടി ജീവിതത്തിൽ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഒരു നല്ലൊരു മകളായിട്ടാണ് വിശ്വാസത്തിൽ ഈ മകൾ വളർന്നത്. കുർബാനയും കുമ്പസാരവും ഒഴിച്ചുകൂടാത്ത ഒരു ആത്മീയതയുടെ പാതയിലേക്കാണ് ഈ മകൾ നടന്നു വന്നത്.
ഇതെല്ലാം സാധിക്കുന്നത് ഉടമ്പടിയിൽ കൂടെയാണ്. നമ്മൾക്ക് മെറിറ്റ് ഒന്നും ഇല്ലാതായിരിക്കുമ്പോഴും നമ്മളുടെ മെറിറ്റായിട്ട് ഈശോയും അമ്മയും നമ്മുടെ കരം പിടിച്ച്, പലപ്പോഴും നമ്മൾ വീണു പോകുമെങ്കിലും നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെ. പലപ്പോഴും നമ്മൾ അനുസരിക്കാതെ ദൈവത്തോട് അനുസരണം പുലർത്തുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്കും ശക്തിക്കും വിശ്വസ്തതയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളിലുള്ള വിശ്വസ്തത പോലെ, വിശ്വാസം പോലെ നമ്മളും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിച്ച് നമുക്കൊന്ന് ഈശോയുടെ കരം പിടിച്ച് അമ്മയുടെ സംരക്ഷണത്തിൽ, അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മകൾക്കും മിൻറ്റു തോമസ് എന്ന മകൾക്കും കുടുംബത്തിനും ഈശോയും അമ്മയും കഴിഞ്ഞ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരിൽ വന്നിരിക്കുന്നത്. അതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചെറുപുഷ്പം. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആനക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൾ ജോമേഴ്സി ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 1ാം വർഷ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2023 ഡിസംബറിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്ക് ഒരു 15 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന അസുഖമുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ 5 ദിവസവും എനിക്ക് ശക്തിയായ തലവേദന എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പം തലവേദന എടുക്കുമ്പോഴും എൻ്റെ മോളും വന്ന് അപ്പോഴേ എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് പറയും, അമ്മേ നമുക്കിവിടെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ 2022 ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നും എൻ്റെ മകളും എൻ്റെ കൂടെ ഇവിടെ വരികയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾക്കും ആഗ്രഹമായിരുന്നു 18 വയസ്സായ ഉടൻ തന്നെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ അവൾ 18 വയസ്സായി പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഞങ്ങൾക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ എനിക്കിപ്പോൾ മൈഗ്രെയിൻ ഒരിക്കലും വരാറില്ല. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവപ്പെട്ട സാക്ഷ്യമാണ്, അത് അവൾ തന്നെ പറയും. ഞാൻ 2025 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ തലവേദന, അമ്മയ്ക്ക് ഭയങ്കര കഠിനമായിട്ട് തലവേദന വരുമായിരുന്നു. ഒരു 15 വർഷത്തോളം അമ്മയ്ക്ക് നീണ്ടു നിന്ന മൈഗ്രെയിൻ ആയിരുന്നു. അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. അമ്മ 5-6 തോർത്തൊക്കെ വെച്ച് തല ഭയങ്കര ചുറ്റി മുറുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിയാവുമായിരുന്നു അമ്മ കാണിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ അന്നേരം ഞാൻ തൈലം കൊണ്ട് അമ്മേനെ നെറ്റി തൈലം കൊണ്ട് പൂശയൊക്കെ ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ തലവേദന മാറ്റിയ മാതാവ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2025 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് 18 വയസ്സായ ഉടനെ തന്നെ വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് +2 പരീക്ഷ, കഴിഞ്ഞ വർഷമാണ് ഞാൻ +2 പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് 90% മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അമ്മ മാതാവ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലൊരു കൊന്തമോതിരം ഉണ്ടായിരുന്നു. ഞാൻ ആ കൊന്തമോതിരത്തിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തിട്ട് ഞാനതൊരു കയ്യിൽ ഇറുക്കി പിടിക്കും. പിന്നെ ഞാൻ ഉപ്പ് കൊണ്ട് എല്ലാ പേപ്പറിലും ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എല്ലാ പേപ്പറിലും ഞാൻ ഇടും. എന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഫൈനൽ എക്സാം ഞാൻ ഉദ്ദേശിച്ച പോലെയല്ലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും പരീക്ഷ എഴുതി വന്ന് ഞാൻ മൊത്തം കരച്ചിലായിരുന്നു. എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എഴുതി വെച്ച് എനിക്ക് 90% മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിക്കണം. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ +2ൻ്റെ റിസൾട്ട് ഞാൻ ഈ അമ്മയുടെ പുണ്യഭൂമി വന്നിട്ടേ ഞാൻ തുറന്ന് നോക്കത്തുള്ളൂ, സൈറ്റ് തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിസൾട്ട് വന്നത് ഞാൻ തുറന്ന് നോക്കിയത് ഞാൻ ഈ പുണ്യഭൂമി വെച്ചാണ്. ഞാൻ തുറന്നു നോക്കി, എനിക്ക് മാത്സ് ഒഴികെ എല്ലാ വിഷയത്തിനും എനിക്ക് ഫുൾ A+ നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 94% മാർക്ക് അമ്മ മാതാവ് എനിക്ക് നൽകി.
പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നഴ്സിങ്ങിന് പോകാനായിട്ടാണ് നിന്നിരുന്നത്. എനിക്ക് അന്നേരം LBS വഴി ഞാൻ അലോട്ട്മെൻറ്റ് നോക്കി. എനിക്ക് ഒരു അലോട്ട്മെൻറ്റിനും എനിക്ക് വരുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര മെറിറ്റായിരുന്നു, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ഇത്ര ശതമാനം മാർക്കുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് നഴ്സിങ്ങിന് എനിക്ക് നാട്ടിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്നത്തിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ നഴ്സിങ്ങിനാണ് പോകുന്നത്. അന്നേരം LBSൻ്റെ അലോട്ട്മെൻറ്റ് വന്നല്ലോ, കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇത്രയും മാർക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. മാതാവ് എനിക്ക് ഇത്രയും മാർക്കുണ്ടല്ലോ, എനിക്ക് എന്നിട്ട് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഒരു ദിവസം മെയിൽ വന്നു. ഗാന്ധിനഗറിൽ എന്നെ SMEന്ന് 1112 എൻ്റെ റാങ്ക്. അന്നേരം കിട്ടി അഡ്മിഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ കയറിയത്. എൻ്റെ അമ്മ മാതാവ് എനിക്കുള്ളതാണ്, അമ്മ മാതാവ് എനിക്ക് നൽകണമേ. ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആളായപ്പോൾ അതും അവിടെ വെച്ച് സ്റ്റോപ്പായി. അതോടെ എൻ്റെ കോൺഫിഡൻസ് മൊത്തത്തിൽ തകർന്നു. എനിക്ക് ഒരിടത്തും കിട്ടത്തില്ല, ഇത്രയും മാർക്ക് വെച്ച് എല്ലാവരും ചോദിക്കാനും തുടങ്ങി. ഞാൻ കള്ളം പറയുകയാണോ മാർക്കെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പെരുന്നാളിന് സെപ്റ്റംബർ 8 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 8 വരെ നോയമ്പെടുത്ത് ഞാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് 8 എനിക്ക് ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു തരണം. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ചെത്തിപ്പുഴ ആശുപത്രി എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ KCET ബാംഗ്ലൂർ KCET എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതിയായിരുന്നു. അതും ഞാൻ എൻ്റെ ആഗ്രഹം എനിക്കൊരു മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ KCET എന്നൊരു പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ പുറത്തിരുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അതിന് ഞാൻ കാശുരൂപം കൈവച്ചും ഉപ്പ് ഞാൻ ആ പേപ്പറിലിട്ടുമാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത്. അതിനെനിക്ക് 1,00,000 മുകളിലാണ് എനിക്ക് റാങ്ക് ചെന്നത്. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം എനിക്ക് ബാംഗ്ലൂർ നല്ലൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ 8 ഇവിടെ അഡ്മിഷൻ കിട്ടി, ചെത്തിപ്പുഴ അഡ്മിഷൻ കിട്ടി. അപ്പം ബാംഗ്ലൂരിന് ഞാൻ അഡ്മിഷൻ വെച്ച് ഞാൻ അന്നേരം പ്രൊസീജിയർ വെച്ചപ്പോൾ 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്, 3 മെഡിക്കൽ കോളേജാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ 8 വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഞാൻ നിൽക്കുക. എനിക്കിനി ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കിട്ടിയാൽ ഞാൻ ഇന്ന് ചെയ്യും. കാരണം എനിക്ക് 12 മുമ്പ് ചെത്തിപ്പുഴ എനിക്ക് ചേരണം. അത് 25,000 രൂപ കൊടുത്ത് ചേർന്നാൽ പിന്നെ എനിക്ക് ഡോക്യുമെൻറ്റും പൈസ എല്ലാം എൻ്റെ പോയത് തന്നെയാണ്. പിന്നെ എനിക്കൊരു മെഡിക്കൽ കോളേജ് കിട്ടി എനിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം മാതാവേ, എനിക്ക് ഇനി ബാംഗ്ലൂരിലെ ആണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 9 വൈകുന്നേരം 4 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നു, ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ്. കാരണം ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 1,00,000 താഴെയുള്ള ഒരു 50,000 താഴെയുള്ളവർക്കൊക്കെ കൂടുതലും മെഡിക്കൽ കോളേജ് സെൻറ്റ് ജോൺസ് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഒട്ടും നോക്കണ്ട, ചെത്തിപ്പുഴ കിട്ടിയില്ലേ കയറിക്കോളാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക 2 ദിവസം കൂടെ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് 4 മണിയായപ്പോൾ എനിക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പിറ്റേ ദിവസം തന്നെ ചേർന്നോളാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ ഞാൻ ഫീസ് അടച്ചു, ഞാൻ ചേർന്നു. ഞാൻ അമ്മമാതാവ് എനിക്ക് കനിഞ്ഞ് നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ സ്കൂളിൽ പഞ്ച് ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ട് ഞങ്ങൾക്ക് പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കയ്യിലെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പഞ്ച് ചെയ്യുന്നത്. അതിൻ്റേതായ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും കിട്ടാറുണ്ട്. ഞാനിവിടെ വന്ന് കണ്ട് എൻ്റെ കൂടെയുള്ള ഒത്തിരി അധ്യാപകരും അനധ്യാപകരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും ടീച്ചറൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ കാര്യം കൂടെ സാധിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഒത്തിരിയും പേർക്ക് അവർക്ക് വേണ്ടി മാധ്യസ്ഥ അമ്മയുടെ അവർ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി കൊടുത്തും പ്രാർത്ഥന അവർക്കും കാര്യങ്ങൾ സാധിച്ച് കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ മോളാണേലും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അവൾക്ക് 18 വയസ്സാകാനായിട്ട് അവൾ നോക്കിയിരുന്നു. അവൾക്ക് 2 കാര്യമായിരുന്നു. ആദ്യം അവൾ പറഞ്ഞു, ഞാനോർത്ത് എനിക്ക് 18 വയസ്സാകുമ്പോൾ മമ്മി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇതെന്തായിരിക്കും ഇവൾ ഈ പറയുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയാണോ? ഞാൻ പറഞ്ഞു നമുക്ക് 18 വയസ്സ് കഴിയട്ടെ. എന്നെ പറഞ്ഞു അല്ല, എനിക്ക് അപ്പം തന്നെ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾ പറഞ്ഞതുപോലെ അവൾ +2 റിസൾട്ടും ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ഇവിടെ ഇരുന്നുകൊണ്ടാണ് അവളുടെ റിസൾട്ട് നോക്കുന്നത്. അതുതന്നെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കൃപയാണ്. ഇത്രയും വിശുദ്ധിയോടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു മാതാവിനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ മാതാവിൻ്റെ ഒരു വിശ്വാസിയായിരുന്നു. അതുപോലെ എൻ്റെ മക്കളും മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്. പിന്നെ ഇവൾക്ക് അത് കഴിഞ്ഞ് ഇവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ആദ്യത്തെ ഇതിൽ അവൾക്ക് 8 മാത്രമേ കിട്ടിയുള്ളൂ, പിന്നെ കിട്ടിയില്ല. പിന്നെ അവൾക്ക് ബാംഗ്ലൂർക്ക് ചേരാൻ പോകുന്ന അന്നാണ് അവൾക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഇവൾക്ക് പോകാനായിട്ട് ഭയങ്കര മടി, അമ്മ ഇന്ന് കിട്ടിയില്ലല്ലേ. ഞാൻ പറയും അമ്മ മാതാവല്ലേ ഉള്ളേ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു.
അപ്പോൾ മാതാവ് പറയുന്നുണ്ട് അവളെ വിട്, അവൾക്ക് കിട്ടും. അപ്പം ഞാൻ പറയും മോനെ മാതാവ് പറയുന്നുണ്ട് കൊച്ചു പോയി എന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യുക. അവൾ പോയി അറ്റൻഡ് ചെയ്തു. അവൾക്ക് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസ് 1 മണിയായപ്പം കിട്ടി. 2 മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് പോയി ചെന്ന് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ കൃപയാൽ ചെറുതും വലുതുമായ പറഞ്ഞാൽ തീരുകയില്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം മാതാവിനെ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ തീർച്ചയായിട്ടും അമ്മ മാതാവ് നമുക്ക് അതിനുള്ള കൃപ തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ 2 പേരും കൂടെ വരുമ്പോൾ ഇവളുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 മാസമേ ഉള്ളവൾ നേഴ്സിങ്ങിന് പോയിട്ട്. ഞങ്ങൾ സാധാരണ ഓട്ടോറിക്ഷക്കാർക്കാണ് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നത്, ഞങ്ങൾ 2 പേരും കൂടെ. അതും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഇഷ്ടമാതിരി അമ്മ മാതാവ് സാധിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും പോയി പ്രാർത്ഥന വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുകയും പറ്റുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആര് എന്തൊരു സഹായം ചോദിച്ചുകൊണ്ട് വന്നാലും എനിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാതാവിന് വേണ്ടി എനിക്കത് ചെയ്യണം, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിക്കുന്നവരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. ഞാൻ മരിക്കുമ്പോഴും എനിക്ക് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുരം എൻ്റെ കയ്യിൽ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ അമ്മയെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ആത്മീയമായിട്ട് എനിക്ക് ഇവിടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാൻ അഖണ്ഡജപമാല വെച്ചുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴാണെങ്കിലും ഞാൻ പോയി പറ്റുന്ന പോലെ കൊന്തയില്ലേയും പ്രാർത്ഥിക്കില്ലേ കൂടുതൽ മാതാവിലോട്ടും ദൈവത്തിലോട്ടും അടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സാധാരണ ഞാനൊക്കെ 2 മാസത്തിലൊന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എല്ലാ 15-ാം തീയതി കൃത്യ ദിവസം നോക്കി കഴിവതും കുമ്പസാരിക്കും. അപ്പം കൂടുതൽ അമ്മ മാതാവിനോടും ഉണ്ണീശയോടും ചേർന്നിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തിരുക്കുമാരനും അമ്മ മാതാവും തന്നുകൊണ്ടിരിക്കുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഇനി മേലിലും അമ്മയുടെ കൃപ ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 13-ാം വചനമാണിത്. ജോ മേഴ്സി ജോസഫ് എന്ന മകളും ആ മകളുടെ അമ്മയും ചേർന്നുള്ള ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കർത്താവാണ്, നിൻ്റെ വലതുകൈ പിടിച്ചുകൊണ്ട് ആണ് എന്നാണ് നമ്മൾ കേട്ടത്. ദൈവം നമ്മുടെ കരം പിടിക്കുന്നത്, നമ്മെ ഒറ്റയ്ക്ക് വിടാതെ വഴി നടത്തുന്ന, പിന്തുണയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവവും ഒരമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ സഹായം വാഗ്ദാനം മാത്രമല്ല, സംയോജിതമായ യഥാർത്ഥമായ സഹായമാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. സമയാസമയങ്ങളിൽ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞപ്പോഴെല്ലാം, ഓരോ പ്രാവശ്യവും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഈശോയും അമ്മയും അവരുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് നമ്മൾ കേട്ടത്. 15 വർഷം നീണ്ടു നിന്ന മൈഗ്രെയിൻ ഹെഡേക്ക്, തലവേദന, മൈഗ്രെയിൻ പെയിൻ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ഉടനെ സൗഖ്യപ്പെടുത്തി. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ 15 വർഷമാണോ 20 വർഷമാണോ 30 വർഷമാണോ എന്നല്ല നോക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരികയാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് 15 വർഷത്തെ മൈഗ്രെയിനിൽ നിന്ന് സൗഖ്യം കിട്ടിയത്. ഈ കൊച്ചുമകൾ 18 വയസ്സ് പൂർത്തിയാകാനായിട്ട് നോക്കി നിൽക്കുകയാണ് ഉടമ്പടി എടുക്കുവാൻ. സ്വന്തം കാശുരൂപം കയ്യിലായി. ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും തൈലവും കാശുരൂപവുമായിരുന്നു ഈ മകളുടെ കയ്യിലെടുത്തിരുന്നത്. +2 നല്ല മാർക്ക് കിട്ടി, മാത്സ് ഒഴികെ A+ കിട്ടി എല്ലാ സബ്ജക്റ്റിനും. ഇതെല്ലാം പ്രാർത്ഥിച്ച് ഈശോയുടെ എല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്.
മോളുടെ മെറിറ്റ് അല്ല, ദൈവത്തിൻ്റെ ഒരു ഗ്രേസാണ് ഇവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് അഡ്മിഷനായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഡേറ്റിന് തന്നെ ഈശോയെ അമ്മ ഇവർക്കൊരു നല്ലൊരു അഡ്മിഷൻ നൽകി. വീണ്ടും അവരെ നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു അഡ്മിഷൻ കൊടുത്ത് ഇവരെ കരകയറ്റുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഭയങ്ങളും ദുർബല നിമിഷങ്ങളും എല്ലാം നാം ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തുകയും ആവശ്യമായ സഹായം നൽകുകയുമാണ് നമ്മൾ സഹായം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയൊരു അനുഗ്രഹത്തിനും സൗഖ്യത്തിനും ഈ പുതിയ അഡ്മിഷനും എല്ലാത്തിനുമായി നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിലും എനിക്ക് 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പല അസുഖങ്ങളോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ കയ്യിൽ ലിഗമെൻ്റ് വേദന കാരണം ഞാൻ കിടത്ത് കയ്യിൽ ബെൽറ്റ് ഇട്ടിരുന്നു. 1 വർഷം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പിറ്റേന്ന് ഞാൻ ഫോണിൽ ഇത് പിടിച്ചിട്ടത് നോക്കി ഞാൻ സാക്ഷ്യവും കേട്ടു. അപ്പോൾ ഒരാളുടെ ഇത് സാക്ഷി പറയുന്നു, തൈലം തേച്ചു അസുഖം മാറി എന്നു. ഞാനത് തൈലമെടുത്തു എൻ്റെ കയ്യിലും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പിറ്റേന്ന് എൻ്റെ കൈയുടെ വേദന മാറുകയും എൻ്റെ കൈയുടെ ബെൽറ്റ് ഞാൻ മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ബെൽറ്റ് ഇടേണ്ടി വന്നില്ല. എൻ്റെ അമ്മ എന്നെ പൂർണ്ണ സൗഖ്യം തന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്നു സാക്ഷ്യം പറയുന്നു. അവർ വിദേശത്തായിരുന്നു. അവർക്ക് നടുവിന് ഡിസ്ക് കംപ്ലൈൻറ്റ്, ബെൽറ്റ് ഇട്ടും കൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നൊന്ന് കരഞ്ഞു, അമ്മേ എൻ്റെ നടുവിനും ബെൽറ്റ് ഇട്ടേക്കുകയാണ്. ഞാൻ കൂലിപ്പണി മേശൻ പണിക്ക് പോയി ആണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്കും ഈ ബെൽറ്റ് എനിക്ക് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. ഞാൻ 10 വർഷം കൊണ്ട് എൻ്റെ ബെൽറ്റ് ഞാൻ ഇട്ടേക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയി ബെൽറ്റ് എടുത്ത് കെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ടു. ഞാൻ ഉടനെ ആ ബെൽറ്റ് ഉരി മാറ്റി. അപ്പോൾ ഞാൻ ബെൽറ്റിടാതെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വേദനയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, ഈ ബെൽറ്റ് നീ കെട്ടണ്ട, ഉരി മാറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് വരെയും ആ ബെൽറ്റ് ധരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് ഇടത്ത് വശം തലയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ചെവി പഴുക്കുമായിരുന്നു. പഴുപ്പുകയും ഡോക്ടറെ കാണിക്കുക, എൻ്റെ കുട്ടിക്കാലം മുതലേ കാണിക്കും. ഇപ്പോഴും ഞാനത് ചികിത്സയിലായിരുന്നു. അങ്ങനെ എനിക്ക് പേപ്പർ കണ്ടാൽ ഞാൻ ചെവിയിലിട്ട് കറക്കുകയും ഒരു ബസ്സിൽ കയറി ആ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ ആ പേപ്പർ ചുരുട്ടി ചെവിയിൽ വെച്ച് കറക്കും. അപ്പോഴെനിക്കത് ചെവിയിലിടാതെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, ഞാനിട്ട് കറക്കും. അപ്പോഴെനിക്ക് കഴിഞ്ഞ കോവിഡ് സമയത്തും ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പറ്റില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ വളർത്തണം. അപ്പോൾ ഞാൻ മരുന്നിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ എനിക്ക് വേദന കൂടി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇനി വെച്ച് പറ്റില്ല, പെട്ടെന്ന് തന്നെ ചിറയൻകീഴ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഡോക്ടർ മരുന്നെല്ലാം എഴുതി തന്നു, ചെവിയിൽ ഒഴുക്കാൻ മരുന്നും തന്നു. ഞാൻ അതും കൊണ്ടുവന്നു. വീട്ടിൽ വന്നു എൻ്റെ തൈലം എടുത്തു, ഞാൻ ചെവിയിൽ ഒഴിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ചെവിയിൽ രാത്രി തൈലം ഒഴിച്ച്, ഞാൻ മരുന്നൊഴിച്ചില്ല, ഒഴിക്കാതെ ഞാൻ കിടന്നു. പിറ്റേന്ന് എൻ്റെ ചെവിയിൽ എനിക്ക് നല്ല ഒരു സൗഖ്യം. എനിക്ക് കേൾവിയും കുറവായിരുന്നു. ആ ചെവി എന്നെ തുറന്ന് പ്രവർത്തിക്കുകയും എനിക്ക് ആ ചെവി അതിന് ശേഷം ഇന്ന് വരെയും ചെവി പഴുത്തിട്ടുമില്ല. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി ആ പേപ്പർ ചെവിയിൽ വെക്കരുത് എന്ന്. ഞാൻ ആ പേപ്പർ പിന്നെ ഞാൻ ചെവിയിൽ എടുക്കാൻ വെക്കുമ്പോൾ അമ്മ എന്നെ തടയും. ഞാനങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, അമ്മ ഇനി ഞാൻ ആ പേപ്പർ ചെവിയിൽ വെക്കില്ല എന്ന്. അങ്ങനെ എൻ്റെ ചെവി ഇന്ന് വരെയും ഞാൻ മരുന്ന് കഴിച്ചിട്ടുമില്ല. എൻ്റെ പൂർണ്ണ സൗഖ്യവും എനിക്ക് കിട്ടി.
എനിക്ക് പിന്നെ എൻ്റെ 4ാമത്തെ സാക്ഷ്യം, എനിക്ക് അരിയസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതും ഞാൻ വളരെ ബുദ്ധിമുട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചു. എനിക്ക് എല്ലാവരും പോലെ എല്ലാ ആഹാരവും കഴിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. ഞാൻ മരുന്നും കഴിക്കുക, ആശുപത്രിയിൽ പോവും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ എനിക്ക് മാറ്റി പൂർണ്ണ ഇന്ന് ഒന്നിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, എല്ലാ ആപത്തും മാറി. അത് കഴിഞ്ഞ് എനിക്ക് വീട് സ്വന്തമായിട്ടില്ല. ഞാൻ വാടകയ്ക്ക് 5 വർഷം കൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടക്കുന്ന വീട് ചോർച്ചയും ഇത് പിന്നെ ഒരു തുണി തറയെ വീണ അത് കഴുകിയേ എനിക്ക് കിടക്കാൻ പറ്റൂ. അത്ര ഒരു വീടായിരുന്നു, നല്ല വീടല്ലായിരുന്നു. വാടകയ്ക്ക് പാമ്പ് വരക്കവും, മഴ പെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, വെള്ളം മഴ കുട പൊരിച്ച് നമുക്ക് വഴിയെ നടക്കാൻ പറ്റില്ല, വഴി പോലും ഇല്ലായിരുന്നു. ഞാൻ 5 വർഷം കൊണ്ട് അപ്പോഴും ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പലയിടത്തും പോയി വീട് കാണും, ബ്രോക്കർക്ക് ഫീസ് കൊടുക്കണം, അങ്ങനെ ഞാൻ ഓരോന്ന് കാണുമ്പോൾ പൈസ കൂടുതൽ. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു വീട് അമ്മ തന്നെ ശരിയാക്കി തരണം. ഈ പച്ചത്തിരിയും നീലത്തിരിയും കത്തി തീരുമ്പോൾ തന്നെ എനിക്കൊരു വീട്, നല്ലൊരു വീട് അമ്മ വാടകയ്ക്ക് തരണം. പക്ഷേ എനിക്ക് അമ്മ തന്നു ഒരു 2 നില കെട്ടം. ഞാൻ ആ വീട്ടിൽ പണിക്ക് നിന്ന് ഒരു 5 വർഷം പോലും തികഞ്ഞില്ല. ആ വീട് വെച്ചിട്ട് അവർ പൂട്ടിയിട്ടിരുന്നു, ആർക്കും കൊടുക്കാതെ. ഞാൻ ചോദിച്ചു, അങ്ങനെ ആ വീട് എനിക്ക് തന്നു. അമ്മയ്ക്ക് ഇത്രയും തന്ന 1000 നന്ദി. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അമ്മ കൊടുക്കുന്നു. അപ്പോൾ എനിക്കിതുവരെ അമ്മേ എനിക്കും അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു, ഭയങ്കര സുഗന്ധം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല, അത്ര ഭയങ്കര സുഗന്ധം ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എന്നും രാത്രി കിടക്കുന്നുറങ്ങുമ്പോൾ വായിന്ന് ബ്ലഡ് വരും. എങ്ങനെ പല്ല് നാക്കിൽ കൊണ്ട് ഞാനൊരു സാക്ഷ്യം കേട്ട് അതിൽ അവരെ കുറിച്ച് പറയുന്നു, അവർക്ക് ഇങ്ങനെ പല്ലിന്ന് ബ്ലഡ് വരും, അത് തൈലം തേച്ച് അത് മാറിയെന്ന്. ഞാനും അങ്ങനെ എൻ്റെ നാക്കകത്ത് ഞാൻ തൈലം തേച്ചു. പിറ്റേന്ന് എൻ്റെ ആ പല്ല് പകുതി ഒടിഞ്ഞു പോവുകയും അതിനുശേഷം എൻ്റെ വാക്കത്തുനിന്ന് ബ്ലഡ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രവർത്തനം ഞാൻ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഞാൻ ഉറക്കം എണീക്കും. എഴുന്നേറ്റ് ഞാൻ ബൈബിള് വായിക്കും, അച്ഛൻ്റെ ടോപ്പിക്ക് കേൾക്കും, പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും, പിന്നെ ജപമാല ചൊല്ലും. പിന്നെ ആരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവർക്ക് കാര്യവും നടക്കും. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മേ ഒരുപാട് പേര് അമ്മ അറിയുന്നില്ല, അമ്മ അറിയണം ഞാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ പലർക്കും അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ അവർ ഓരോരുത്തരുടെ അസുഖം മാറ്റണമേ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കാര്യം ഞാൻ അവസാനമേ പറയൂ. ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആരെൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ഇല്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് 1 രൂപ കൊടുക്കാതെ ഞാൻ പോകില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കൊടുക്കും. അതിനിരട്ടി എനിക്ക് അമ്മ തിരിച്ചു തരികയും ചെയ്യും. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി മുന്നോട്ട് ഞാൻ ഉടമ്പടി തന്നെ ഞാൻ പോവുകയും ചെയ്യും. 1000 നന്ദി പറയുന്നു. മകൾ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. രോഗമുക്തിക്ക് വിശ്വാസം ശക്തമായ ഒരായുധമാണ്. ദൈവം നമ്മുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. നമുക്കറിയാം, ബൈബിളിൽ 12 വർഷമായി രക്തസ്രാവം എന്ന രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നു. യേശു സുഖപ്പെടുത്തുന്നത് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടതുകൊണ്ടല്ല, മറിച്ച് യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം ലഭിച്ചത്. സുനിത എസ് എന്ന മകൾ പറഞ്ഞ സാക്ഷ്യത്തിലും വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾ ഉടമ്പടിയിൽ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് 1 വർഷം നീണ്ടു നിന്ന മോളുടെ കൈയുടെ ലിഗമെൻ്റ് അസുഖം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് സൗഖ്യപ്പെട്ട കാര്യം. അതും ഒരു സാക്ഷ്യം കേട്ട് ആ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഈ മകളും അതുപോലെ തന്നെ ചെയ്തത്. 10 വർഷം നീണ്ടു നിന്ന നടുവേദന ബെൽറ്റ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് വേറൊരു പ്രാവശ്യം ആ ബെൽറ്റ് മാറ്റി ഈശോ ഇവിടുന്ന് കൊടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്കറിയാം, ചെവിയിലുണ്ടായിരുന്ന പഴുപ്പ് ചെറുപ്പകാലം മുതലുണ്ടായിരുന്നായിരുന്നു. ആൾക്കാരുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല,
വളരെ ഒരു ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യമാണ്. പിന്നീട് ഈ മകൾ ഇവിടെ വന്ന് പറഞ്ഞത്, തൈലം ഒഴിച്ച് മരുന്നൊഴിച്ചില്ല, ഓപ്പറേഷൻ പോലും പറഞ്ഞതാണ്, ഓപ്പറേഷൻ നടത്തിയില്ല. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈശോ അതിൽ നിന്നും ഈ മോൾക്ക് സൗഖ്യം നൽകി. പിന്നെ പറഞ്ഞത് അരീസിൻ്റെ അസുഖവും എല്ലാ അസുഖങ്ങളും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. 5 വർഷം നീണ്ടു നിന്ന വാടക വീട്ടിലെ ജീവിതം. ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, പച്ചത്തിരി തീരുന്നതിന് മുമ്പ് അമ്മ എനിക്കൊരു വീട് നൽകി അനുഗ്രഹിക്കണേ എന്ന്. ഇത് വേറൊരു സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്, പച്ചത്തിരി തീരുന്നതിന് മുൻപ്. അതുപോലെ തന്നെ ഈ മകൾ പറഞ്ഞതുപോലെ തന്നെ ഈശോയും അമ്മയും ആ കാര്യവും ചെയ്തു കൊടുത്തു. പിന്നീട് വേണ്ടത്, ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അമ്മ കൂടെ ഉണ്ടെന്നുള്ള നമുക്കുള്ള ഒരു വലിയൊരു കാര്യമാണ്. പലരും പല സാക്ഷ്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരു സുഗന്ധം. ആ സുഗന്ധം നമുക്ക് എത്ര പറഞ്ഞാലും എക്സ്പ്ലെയിൻ ചെയ്യാത്ത, വാക്കുകളിൽ ഒതുങ്ങാത്ത ഒരനുഭവമാണ് ഈ സുഗന്ധാഭിഷേകം. ഒരു പൂവിൻ്റെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ്. അത് വാക്കുകൾ വി കാണ്ട് എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. അത് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ്. അത് നമ്മൾ ആസ്വദിച്ച് ആ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി, അത് അറിഞ്ഞവർക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു വലിയൊരു അനുഭവമാണ്, അമ്മ കൂടെയുണ്ടെന്നുള്ള ഒരു അനുഭവം. ഈ മകൾക്ക് ആ അനുഭവം കിട്ടി. അത് ഒരു വലിയൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അമ്മ ഒരുപാട് പേർക്ക്, ഈ മകൾ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒരുപാട് പേര് അമ്മയെ അറിഞ്ഞിട്ടില്ല, അവരും ഇനി അറിയണം. ഈ മകൾ അറിഞ്ഞതുപോലെ ഈ മകൾക്കും മറ്റുള്ളവരോടും അമ്മയെപ്പറ്റി അറിയിക്കാനുള്ള ഒരു വലിയൊരു തീഷ്ണതയാണ് ഈ മകൾക്കുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ ഈ അമ്മയെപ്പറ്റി ഈശോയെപ്പറ്റി അറിയിക്കാനുമുള്ള ഒരു തീഷ്ണത, ആ സ്നേഹം, അതാണ് ഉടമ്പടിയിൽ ഈ മകൾക്ക് ലഭിച്ചത്. ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് ഈ മകൾ ഇപ്പോഴും ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും പലപ്പോഴും നമ്മൾക്കും മനസ്സിലാകട്ടെ, നമ്മളും അറിയട്ടെ, നമുക്ക് ബോധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾ പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവരെ കൂടുതൽ ഈശോയുടെ സ്നേഹം അറിയിക്കാൻ നമ്മളൊരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. രോഗം വരുമ്പോൾ ഉദാസീനരാകാതെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ പിതാവാണ്, സൗഖ്യം തരുന്ന ഒരു ദൈവമാണ്. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാം. പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകളുടെ ജീവിതത്തിൽ കനിഞ്ഞു നൽകിയ സൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.